So there will be steps to control protein loss, formation of and accumulation of ketone bodies, changes in the role of renal cortex, hyposecretion of insulin and hypersecretion of glucagon. Now let's look at each step in detail. Drop in level of fuel molecules and remedial steps. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫാസ്റ്റിംഗ് അതിൻ്റെ ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ന്യൂട്രിയൻ്റെയും ഫ്യൂവൽ മോളിക്യൂൾസിൻ്റെയും അളവ് കുറയും. ആൻഡ് ദർ വിൽ ബി എ ഡിക്രീസ് ഇൻ ദ റിസർവ് ന്യൂട്രിയൻസ്. ബോഡിയിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഫ്യൂവൽ മോളിക്യൂൾ എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആണ്. ഈ ഗ്ലൂക്കോസിന് ഏറ്റവും കൂടുതൽ യൂസ് വരുന്നത് ബ്രെയിനിലാണ്. ഫോർ ബ്രെയിൻ ഈ ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ ഓക്സിജന് തുല്യമാണ്. സോ വെൻ ദർ ഇസ് എ ഡ്രോപ്പ് ഇൻ ഗ്ലൂക്കോസ്, അത് ബ്രെയിൻ ഫങ്ഷൻസിനെ ബാധിക്കാം. ഇറ്റ് വിൽ കോസ് ബിഹേവിയറൽ ചേഞ്ചസ്, കൺഫ്യൂഷൻ, കോമ, എന്ത് വേണമെങ്കിലും സംഭവിക്കാം, ഓർ ഈവൻ ഡെത്ത് ഓഫ് ദ പേഴ്സൺ. സോ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ എപ്പോഴും നമ്മൾ ആവശ്യമുള്ളൊരു ഫ്യൂവൽ മോളിക്യൂളാണ്. അപ്പോൾ ഈ ഗ്ലൂക്കോസ് ഡിപ്രൈവ്ഡ് ആയിക്കഴിഞ്ഞാൽ ബോഡി എന്ത് ചെയ്യും, ലിവറിലത്തെ ഗ്ലൈക്കോജനിൽ നിന്ന് ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യും. സോ സം amount of liver glycogen is not ordinarily available, since liver will conserve it for stressful emergency. So fall in blood glucose level is followed by mobilization of glycogen from liver, fat from the adipose tissue, protein from the skeletal muscles. Glycogen store of liver may be converted to glucose by glycogenolysis. അപ്പോൾ ഗ്ലൈക്കോജീനോലൈസിസ് ത്രൂ ആണ് ഗ്ലൈക്കോജൻ ഫ്രം ദ ലിവർ ഇസ് കൺവേർട്ടഡ് ടു ഗ്ലൂക്കോസ്. സ്റ്റോർഡ് ഫാറ്റ്സിനെ ഫ്രീ ഫാറ്റി ആസിഡ് ആയിട്ട് മാറ്റുന്നു. ദാറ്റ് വിൽ സപ്ലൈ എനർജി ടു ടിഷ്യൂസ് അതർ ദാൻ ദ നെർവസ് ടിഷ്യൂ. നെർവസ് ടിഷ്യൂവിന് മാത്രമല്ലോ നമ്മൾ ഗ്ലൂക്കോസ് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ടിഷ്യൂസിന് എനർജി കൊടുക്കണമെങ്കിൽ നമ്മൾ ഫാറ്റ്സിന്ന്, സ്റ്റോർഡ് ഫാറ്റിൽ നിന്നാണ് എനർജി കിട്ടുന്നത്. പിന്നെ മസിൽ പ്രോട്ടീനിനെ എമിനോ ആസിഡായിട്ട് മാറ്റുന്നു. അപ്പം അങ്ങനെ നമ്മൾക്ക് ആ ബോഡിയുടെ ആവശ്യമുള്ള നീഡ്സ് നമ്മൾ മീറ്റ് ചെയ്യാൻ ഇതാണ് ചെയ്യുന്നത്. നൗ സം എമിനോ ആസിഡ്സ് ആർ ഗ്ലൂക്കോജനിക്, ദാറ്റ് ഇസ് ഫ്രം ദെം we can produce glucose. They are utilized in the liver and they are used in glucose synthesis. അതിനെ ഗ്ലൂക്കോനിയോജെനസിസ് എന്ന് പറയും. ഗ്ലൂക്കോസ് സിന്തസൈസ് ചെയ്യുന്ന മെത്തേഡാണ് ഗ്ലൂക്കോനിയോജെനസിസ് ഫ്രം നോൺ കാർബോഹൈഡ്രേറ്റ്സ് ലൈക്ക് പ്രോട്ടീൻ എന്നൊക്കെ ഉണ്ടാക്കുന്നതാണ് ഗ്ലൂക്കോനിയോജെനസിസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊലോങ്ഡ് സ്റ്റാർവേഷൻ, കുറേ നാളത്തേക്ക് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു, നമ്മളുടെ സ്കെലിറ്റൽ മസിൽ പ്രോട്ടീൻസിൻ്റെ കണ്ടിന്യൂസ് ബ്രേക്ക് ഡൗൺ ആണ് സംഭവിക്കുന്നത്. അപ്പോൾ മസിൽസൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾക്ക് ലൂസ് ചെയ്യാണ് ചെയ്യുന്നത്. മസിൽസ് ഒരുപാട് നഷ്ടപ്പെടും. ദർ വിൽ ബി വേസ്റ്റിംഗ് അവേ ഓഫ് മസിൽസ്. ദിസ് വിൽ എഫക്ട് ദ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ദ ബോഡി. പിന്നെ ഗ്ലൂക്കോസിൻ്റെ മേജർ ഒരു അമിനോ ആസിഡ് സോഴ്സ് എന്ന് പറയുന്നത് എലാനിൻ ആണ്. പലാനിൻ്റെ ലെവല് വളരെ ഹൈ ആയിരിക്കും ഫാസ്റ്റിങ്ങിൻ്റെ സമയത്ത്. ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ പ്രോട്ടീൻ ഒരുപാട് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് കുറേ എമൗണ്ട് ഓഫ് എലാനിൻ ഇസ് സിന്തസൈസ്ഡ് ആൻഡ് ദിസ് എലാനിൻ വിൽ ബി കൺവേർട്ടഡ് ടു ഗ്ലൂക്കോസ് ഇൻ ദ ലിവർ ബൈ എലാനിൻ സൈക്കിൾ. അപ്പോൾ ഇതാണ് ഇങ്ങനെ നടക്കുന്നത്. ഫ്യൂവൽ ഇല്ലാത്ത സമയത്ത്, ഗ്ലൂക്കോസ് ഇല്ലാത്ത സമയത്ത് പ്രോട്ടീൻസ് മൊബിലൈസ് ചെയ്യപ്പെടുന്നു, സ്റ്റോർഡ് ഫാറ്റ് മൊബിലൈസ് ചെയ്യപ്പെടുന്നു, പിന്നെ ലിവറിൽ നിന്ന് ഗ്ലൂക്കോസ് പ്രൊഡക്ഷൻ നടക്കുന്നു ഫ്രം എമിനോ ആസിഡ്സ്. നെക്സ്റ്റ് ഇസ് fall in basal metabolic rate. During starvation BMR റേറ്റ് കുറഞ്ഞു വരിക. അപ്പോൾ ബോഡീസ് എന്താണ് നീഡ് ഫോർ കാലറീസ് ഗെറ്റ് റെഡ്യൂസ്ഡ്. അപ്പോൾ ബോഡിക്ക് ഇനി കാലറീസ് കിട്ടേണ്ട ആവശ്യവും കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാർവ്ഡ് ഇൻഡിവിജ്വൽ അത്ര സ്പോണ്ടേനിയസ് ആക്ടിവിറ്റിയിലൊന്നും എൻഗേജ് ചെയ്യില്ല. സോ ദർ വിൽ ബി ലെസ് എനർജി എക്സ്പെൻഡിച്ചർ. സോ ഹി ക്യാൻ യൂട്ടിലൈസ് എനർജി മോർ എഫിഷ്യൻ്റ്ലി. ഇതൊക്കെ കാണുന്ന ദെൻ സ്റ്റെപ്സ് ടു കൺട്രോൾ പ്രോട്ടീൻ ലോസ്. നമ്മളുടെ ബോഡിയിൽ പ്രോട്ടീൻ എന്താണ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പം എങ്ങനെയാണ് നമ്മളുടെ ബോഡി അതിനെ ഓവർകം ചെയ്യുന്നത്? സ്കെലിറ്റൽ മസിൽസ് considerably reduce the rate of protein breakdown and release of alanine. As a result, the synthesis of glucose in liver becomes minimal.
it is observed that ഒരു 4-5 ആഴ്ച ഫാസ്റ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിവർ, കിഡ്നി അവർ ലീസ്റ്റ് എമൗണ്ട് ഓഫ് ഗ്ലൂക്കോസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. ദാറ്റ് ഈസ് ഓൾ ദീസ് ഗ്ലൂക്കോസ് വിൽ ഗോ ടു ദ ബ്രെയിൻ. As a result, conservation of protein during fasting. There will be a conservation of protein. Urination for excretion of nitrogen. അതും വളരെ reduced ആണ്. Because urination, nitrogen excretion വളരെ കുറവായിരിക്കും urination. അപ്പോൾ ഈ starve ചെയ്യുന്ന person, they need to take only 1 cup of water a day. നമ്മൾ വാട്ടർ ബാലൻസിന് വേണ്ടിയിട്ട് സ്വെറ്റിങ് കുറയുന്നതായിരിക്കും അവർക്ക് അധികം എക്സേഷനും ഇല്ല. അപ്പോൾ അവർക്ക് 1 കപ്പ് വെള്ളം മാത്രം ഒരു ദിവസം മതിയായത്. നെക്സ്റ്റ് ഇസ് അക്യൂമുലേഷൻ ഓഫ് കീറ്റോൺ ബോഡി. അത് നേരത്തെ പറഞ്ഞു, സ്റ്റാർവിങ് അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് അണ്ടർഗോ ചെയ്യുമ്പം ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയും, ബ്രെയിനിലേക്ക് സപ്ലൈ കുറയും. അപ്പോൾ ഈ സപ്ലൈ കുറയുമ്പം നമ്മൾ എന്ത് ചെയ്യും? കീറ്റോൺ ബോഡീസ്, ഫാറ്റി ടിഷ്യൂസ് കീറ്റോൺ ബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ കീറ്റോൺ ബോഡീസ് എന്ന് പറയുന്നത് അസറ്റോഅസറ്റിക് ആസിഡ് ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ് അസറ്റോൺ, ബീറ്റ ഹൈഡ്രോക്സി ബ്യൂട്രേറ്റ് ആണ്. ഇത് പെട്ടെന്ന് തന്നെ എനർജി ഉണ്ടാക്കും ഓക്സിഡേഷൻ വഴി. അപ്പോൾ അത് ബ്രെയിൻ അതിനെ എനർജി സബ്സ്ട്രേറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ കഴിവുണ്ട്. അപ്പോൾ ഈ കീറ്റോൺ ഗ്ലൂക്കോസ് ഇല്ലെങ്കിൽ കീറ്റോൺ ബോഡീസ് യൂസ് ചെയ്തിട്ട് ബ്രെയിനിന് എനർജി കിട്ടാൻ ഉള്ള ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് സോഴ്സാണ് കീറ്റോൺ ബോഡീസ് എന്ന് പറയുന്നത്. അപ്പോൾ metabolism of fatty acid does not ordinarily produce ketones. However, during starvation, fatty acids are released from the fat storage areas and they are oxidized in the liver, then forms the acetoacetic acid. The blood transports this acetoacetic acid to the tissues and provide them with energy. Accumulation of ketones in the blood during starvation, also in the high fat diet, is called ketosis. Ketosis during fasting, it will signal the response of the body to the depletion of the supply of glucose. നമ്മൾ ബ്ലഡ് സ്ട്രീമിലെ കീറ്റോൺ ബോഡീസ് അന്ധമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടെ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കുറവാണെന്നുള്ളത്. ഗ്ലൂക്കോസിൻ്റെ അളവ് കുറവാകുമ്പോൾ ഒരു സബ്സ്ട്രേറ്റ് ആയിട്ട് ബ്രെയിൻ യൂസ് ചെയ്യുന്നതാണ് കീറ്റോൺ ബോഡി. കീറ്റോൺ ബോഡി എന്ന് പറയുന്നത് അസറ്റോഅസറ്റിക് ആസിഡാണ്. ഈ അസറ്റോഅസറ്റിക് ആസിഡ് എവിടെ നിന്നാണ് ഫോം ചെയ്യുന്നത്? ഫാറ്റ്സ് നിന്ന് ഫോം ചെയ്യുന്നതാണ് ലിവറിൽ. Change in role of renal cortex. There is a striking change in renal cortex എന്ന് പറയുന്നത് കിഡ്നിയുടെ ഭാഗമായിട്ട് വരുന്ന റീജിയൻ ആണ്. സോ അവിടുത്തെ റീനൽ കോർട്ടെക്സിൻ്റെ ഫങ്ഷൻ ചേഞ്ച് ചെയ്യും ഫാസ്റ്റിംഗ് ഓർ സ്റ്റാർവേഷൻ്റെ ടൈമിൽ. ആക്ച്വലി ഇറ്റ് ഇസ് എ മൈനർ പാർട്ട് ഓഫ് ലിവർ ഇൻ ഗ്ലൂക്കോസ് സിന്തസിസ്. നോർമലി സ്റ്റാർവേഷൻ വരുമ്പോൾ ഈ റീനൽ കോർട്ടെക്സ് ആവും മേജർ സോഴ്സ് ഓഫ് ഗ്ലൂക്കോസ് പ്രൊഡ്യൂസർ. It will synthesize more glucose from amino acid than synthesized by liver. This shift is due to the acid-base balance, change in acid-base balance in the blood. This is due to the accumulation of ketone body. അപ്പോൾ ketone body ബ്ലഡിൽ അക്യൂമുലേറ്റ് ചെയ്യുമ്പോൾ ആസിഡ്-ബേസ് ബാലൻസ് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ലിവറാണ് ശരിക്കും ഗ്ലൂക്കോസ് സിന്തസൈസ് ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷേ ലേറ്റർ ഓൺ ആഫ്റ്റർ 4th or 5th വീക്ക് ഈ കീറ്റോൺ ബോഡി അക്യുമുലേറ്റ് ചെയ്യുന്നു, pH ബാലൻസ് ഡിസ്റപ്റ്റഡ് ആവുന്നു. ആ സമയത്ത് renal cortex will take up the job of producing more glucose from amino acid. Now hormonal response to starvation. Hormonal response to starvation എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ the adaptive changes during fasting and starvation is not properly understood, but certain hormones do play an important role. During prolonged starvation, insulin will be at a lower level. Glucagon will be at a higher level than normal. Insulin, glucagon opposite ആയിട്ടാണ് ആക്ട് ചെയ്യുക. ഇൻസുലിൻ എന്ത് ചെയ്യുന്ന? It will stimulate synthesis of fat and it will inhibit fat breakdown. It will promote taking up of glucose and amino acid by muscle cells. It will inhibit synthesis of glucose in liver. ഇതാണ് 3 ഫംഗ്ഷൻ ഓഫ് ഇൻസുലിൻ. എന്ന് വെച്ചാൽ ഒന്ന്, it will stimulate synthesis of fat, it will promote uptake of glucose by muscle cells, it will inhibit synthesis of glucose in liver. So its hyposecretion, അത് ഹൈപ്പോസെക്രീറ്റഡ് ആവുമ്പം ഈ പറയുന്ന പ്രോസസ്സൊക്കെ കുറയും. ഗ്ലൂക്കോഗോൺ
അളവ് കൂടുതലാവുമ്പോൾ it will stimulate the that is synthesis of glucose in liver. So there is an alteration in balance between insulin and glucagon during starvation, which will promote the activity of liver for glucose synthesis and fat metabolism. What is the significance of fasting? Fasting is a self-imposed control on excessive desire, temptation, or urge for overeating. Fasting is the best way of coping with emergency situations in which food supplies are very much limited. Fasting is a voluntary adaptation which enables body to adjust itself to lack of shortage of food. Fasting and dieting are practically useful in weight reduction in obese persons. Fasting is medically important in controlling or curing several hard-to-treat disorders and diseases, ranging from arthritis to migraine and also from skin disorders to allergies. അപ്പോൾ ഈ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മളായിട്ട് ഇമ്പോസ് ചെയ്യുന്ന സെൽഫ് ഇമ്പോസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദറ്റ് ഈസ് ടു കേർബ് സർട്ടൻ ടെംപ്റ്റേഷൻസ് നമ്മൾക്ക് ബോഡിയുടെ അല്ലെങ്കിൽ മൈൻഡ് കൺട്രോളിനൊക്കെ ചെയ്യുന്നതാണ് ഫാസ്റ്റിംഗ്. സെക്കൻഡ് തിങ്, നമ്മൾക്ക് ഫുഡ് സപ്ലൈ കുറവാണെങ്കിൽ അതിനോട് കോപ്പപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഫാസ്റ്റിംഗ്. പിന്നെ ബോഡി തന്നെ നമ്മൾ വോളണ്ടറി ആയിട്ട് അഡാപ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഫുഡ് സപ്ലൈ ഇല്ലെങ്കിൽ നമ്മുടെ ബോഡി വോളണ്ടറിലി അഡാപ്റ്റ് ചെയ്യുക ടു അഡ്ജസ്റ്റ് ടു സച്ച് സിറ്റുവേഷൻ. ചിലപ്പോൾ വെയിറ്റ് റിഡക്ഷന് വേണ്ടിയിട്ടോ ചില അസുഖങ്ങൾ മാറാൻ വേണ്ടിയിട്ടോ നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്യാറുണ്ട്. സോ ദിസ് ഇസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഫാസ്റ്റിംഗ്. സം ഓഫ് ദ studies in Scandinavian countries reveal that fasting is very effective for treatment of rheumatism. Rheumatic arthritis ഒക്കെ മാറാൻ ഫാസ്റ്റിംഗ് വളരെ എഫക്റ്റീവാണ്, especially if they follow up with a vegetarian diet. Other studies show that fasting is helping in lowering the blood pressure and treating chronic migraine and arthritis. അപ്പോൾ മൈഗ്രെയിൻ ഉള്ളവർ, ആർത്രൈറ്റിസ് ഉള്ളവർക്കൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ട് കണ്ടിട്ടുണ്ട് ഫാസ്റ്റിംഗ്. Neurological studies shows that fasting will lower the level of stress hormones and increase the level of serotonin. This is a happy hormone ആണ് serotonin, and on the whole it will be a reset button for self-regulating mechanism of the body, just like rebooting yourself. So metabolic switching takes place when the body starts living on its own reserve. This will have a wonderful healing effect on several diseases. There is no way of achieving permanent weight reduction, but പക്ഷെ ഇത് എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് ഫാസ്റ്റിങ്ങിലൂടെ നമുക്ക് വെയിറ്റ് റിഡക്ഷന് സാധ്യത കുറവാണ്. വിത്തൗട്ട് reducing the intake of calories to less than the actual expenditure. അപ്പോൾ നമ്മൾ ഫുഡ് ഇൻടേക്ക് കുറച്ചാൽ മാത്രമേ വെയിറ്റ് റിഡക്ഷൻ നടക്കുള്ളൂ, അല്ലാതെ നമ്മൾ ഫാസ്റ്റ് ചെയ്തിട്ട് വെയിറ്റ് റിഡക്ഷൻ നടക്കുന്നത് കുറവായിരിക്കും. So the greater such a difference between the intake and expenditure of caloric energy, faster will be the loss of weight. From a purely biochemical standpoint, the most effective way of reducing body weight is complete fasting, in which stored fat is a major source of energy for brain and other tissues. Total fasting for long period of time is dangerous. So long fasting must be avoided, and also too much of exercise during fasting must be avoided. Partial fasting cheyam, intermittent fasting cheyam, in which the person will rely on liquid food or juices of fruits and vegetables. In such a case, it will be like a detoxification for the body. So that will be also giving a rest to the digestive system. That will be more advisable to all the youngsters around here.